അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കൊറോണയൊക്കെ മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊല്ലം ആശ്രമം മൈതാനത്ത് ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം അതാണ് കണ്ടില്ലേ, ഇത് നമ്മളെ പവലിയനാണ്. അത് കൊല്ലത്ത് ആശ്രാമം മൈതാനത്ത് നമ്മളിപ്പോൾ ഇറക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളും വരുന്ന ലോഡുകളും അതേപോലെ തന്നെ പ്ലാന്റും പഴച്ചെടികൾ, പൂച്ചെടികളും അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകളും ആന്തൂറിയവും ഓർക്കിഡും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം പ്ലാന്റൊക്കെ കാണാനായിട്ടും അതേപോലെ തന്നെ ഇതാണ് കണ്ടില്ലേ, റോസിൻ്റെ പ്ലാന്റ് ലോഡ് വന്ന് ഇറക്കി സെറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് 2 ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. ഇന്നലെയാണ് അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പ്ലാന്റ് നല്ല സെയിൽ ചെയ്ത് തുടങ്ങി. അന്നൊരു പ്ലാന്റ് ഏകദേശം നല്ല ഹെൽത്തി ഹെവി പ്ലാന്റ് പുതിയ ലോഡിൽ വന്നതുകൊണ്ട് എന്തുമാത്രം പൊട്ടും. അതിൻ്റെ ഹൈറ്റും സൈസും എല്ലാം നല്ല ബുഷി പ്ലാന്റ്. വളവും കീടനാശിനി നിങ്ങൾക്ക് കൊല്ലത്ത് വരുന്നുണ്ടെങ്കിൽ കൊല്ലം സെൻട്രലിൽ ആശ്രാമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നേരിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് പോവാം. 60 ദിവസമാണ് നമുക്ക് ഈ എക്സിബിഷൻ നീണ്ടു നിൽക്കുന്നത്. അന്നേരം ഇടയ്ക്ക് ലോഡ് വന്നുകൊണ്ടിരിക്കും. അന്നേരം 60 ദിവസമാണ്. അന്നേരം ഇത്രയും ദിവസം ഉണ്ടായതിനാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കൊല്ലമൊക്കെ കാണാനായിട്ട് വരുന്ന സമയത്ത്, കൊല്ലം വഴിയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആശ്രാമം മൈതാനം എല്ലാം പൂരം നടക്കുന്നത്, നമ്മളെ കൊല്ലം പൂരം നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്. ടിക്കറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പവലിയൻ്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ടുവന്ന് ഇട്ട് ആവശ്യമുള്ള പ്ലാന്റൊക്കെ എടുത്തുകൊണ്ട് പോവാം. അതേപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ് നമ്മളിവിടെ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൈകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോൾ കൊറിയറൊന്നും നടക്കുന്ന കാര്യമില്ല. മാത്രമല്ല ഭയങ്കര സന്തോഷമാണ് കാര്യം, കൊറിയറിൻ്റെ ഫോൺ മോള് എടുത്ത് വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളഞ്ഞു വീണ്ടും. അതേപോലെ പച്ച റോസ് നമ്മൾ ഡിസ്പ്ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പച്ച റോസ് ഒക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. അതേപോലെ തന്നെ ഡയാന്തസ്, പെറ്റൂണിയ, വിങ്ക ഇപ്പം വന്നിട്ടില്ല, കുറച്ച് അല്ലറ ചില്ലറ ചെടികൾ. അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, മാവിനങ്ങൾ നമ്മൾ അവിടെ ഉണ്ടാക്കിയ മാവ് തൈകൾ നമ്മൾ സെയിൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ റോസിൻ്റെ ലോഡ് കൊണ്ടുവന്ന് അട്ടിയിട്ട് കൊണ്ടുവന്ന പ്ലാന്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് നമ്മളെ കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് വരിക. എല്ലാ സെറ്റിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സെറ്റിങ്ങുകളെല്ലാം സെറ്റ് ചെയ്ത് വരാനായിട്ട് കുറേ ദിവസങ്ങളെടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രക്രിയയല്ല അത്. ഇപ്പം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിനെക്കാട്ടിലൊക്കെ വിപുലമായിട്ടുള്ളൊരു സ്റ്റാൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച് വരാൻ സാധിക്കും. അതേപോലെ തന്നെ സ്റ്റാൻഡുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കുറച്ച് ഹാങ് പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം 3 നഴ്സറി കൊല്ലത്തുണ്ടായതിനാൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. മാത്രമല്ല വളം, ചെടികൾ, അതേപോലെ തന്നെ ചെടിക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് റഷില്ലാത്ത സമയത്ത് പറഞ്ഞു തരാൻ സാധിക്കും. അന്നേരം വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം. നിങ്ങൾ കൊല്ലത്തോട്ടൊക്കെ അല്ലേ, എപ്പോഴും വരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അന്നേരം അവർക്കൊക്കെ ആയിട്ട് നമ്മൾ ആശ്രമം മൈതാനം ഒരുങ്ങുന്നു. ആ ചാനലിൽ തന്നെ വീഡിയോ കണ്ട കുറച്ച് ആളുകളൊക്കെ അവിടെ വന്നിരുന്നു. കുറച്ച് ആളുകളൊക്കെ കണ്ടു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു ചാനലിനെ പറ്റിയൊക്കെ. മാത്രമല്ല ഇന്നലെ ഒരു ചേച്ചിയും ചേട്ടനുമായിട്ട് അവിടെ വന്നു. നമ്മളെ ചാനലിൻ്റെ സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞു. കുറച്ച് ചെടിയൊക്കെ എടുത്തുകൊണ്ട് പോയി. അന്നേരം അവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടൊക്കെ നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടാണ് വിട്ടത് അല്ലേ. അന്നേരം അവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അതിനകത്ത് എഴുതി അറിയിക്കുക. കുറേ കാണാനും വാങ്ങാനും ഒക്കെ ഉണ്ട് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അതിനകത്തൊരു ഡ്രസ്സിൻ്റെയൊക്കെ ഒരു വലിയ വിപുലമായ ഒരു കളക്ഷൻ ഉണ്ട്. അതൊക്കെ വാങ്ങാനായിട്ടൊക്കെ ഒരുപാട് ആളുകളവിടെ വരാറുണ്ട്. അത് മാത്രമല്ല കരിമീൻ ജ്യൂസ് കുടിക്കാനാണെങ്കിലും അതേപോലെ തന്നെ ബജി സ്റ്റാളും എല്ലാം ഒരുപാടൊക്കെ സാധനങ്ങൾ അതിനകത്ത് കാണാനുണ്ട്, വാങ്ങാനും ഒക്കെ. കൊച്ച് വീട്ടിലേക്കുള്ള ഉപകരണങ്ങളും കൊച്ചു ഉപകരണങ്ങൾ, അതേപോലെ തന്നെ അപ്പച്ചട്ടി മുതൽ ഇങ്ങോട്ടുള്ള കുറേ സാധനങ്ങൾ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ ഇടാം നമ്മളെ ഷോയിനെ പറ്റിയിട്ട്. അന്നേരം പിന്നെ ചെടിച്ചട്ടിയും അതേപോലെ തന്നെ റോസിൻ്റെ കെയറൊക്കെ നമ്മൾ ഒന്നുകൂടെ പ്രത്യേകം പറയാം. ഇൻഡോഫില്ലം 45 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഇട്ട് കലക്കുക, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ടാറ്റ റീവയോ അതിൽ നിന്നുണ്ടെങ്കിൽ ടഫ്ഗറോ ഏതെങ്കിലും ഒരു 5 മില്ലി മിനിമം 5 മില്ലി എങ്കിലും എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുട്ട വരുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ കീടങ്ങൾ വന്ന് ഒരു ഹോളുണ്ടാക്കി അതിനകത്ത് നീരൂറ്റി കുടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിനും കൂടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടഫ്ഗർ കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ചെറിയ സെറ്റപ്പ് അതിൻ്റെ ഫ്രണ്ടിൽ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇതാണ് നമ്മളെ പറമ്പ് കണ്ടില്ലേ. എന്നിട്ട് പുല്ലൊക്കെ ഇട്ട് പെബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ചെറിയൊരു സെൽഫി പോയിൻ്റായിട്ട് നമ്മളിവിടെ കരുതുന്നുണ്ട്. അന്നേരം കുറച്ച് പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അന്നേരം അത്യാവശ്യം കുറച്ച് ആളുകൾക്കൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാനും ഒക്കെ അത് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അന്നേരം ഈ വീഡിയോയുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എന്നാൽ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. അതേപോലെ തന്നെ പീലി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള അണ്ണിക്കളി, അതേപോലെ തന്നെ ഒരു അസാധ്യമായ അലമ്പും ഒരു രക്ഷയില്ല, കണ്ടില്ലേ.